ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 4th എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് സംഷിയുടെ ഫ്രണ്ട് വന്ന് സംഷിയോട് പറയുന്നുണ്ട്, എനിക്കൊരിടം വരെ പോകണം, നീ എൻ്റെ കൂടെ വരണം എന്നെല്ലാം പറയുമ്പോൾ സംഷി ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് ഒന്നും തന്നെ പറയാതെ സംഷി നീ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് കേട്ട് സംഷി ഞാൻ വരാം എന്നെല്ലാം അവളോട് പറയുന്നുണ്ട്. അതേസമയം ഇന്ന് യങ്ങില്ലാത്തത് കാരണം ഡുവാനായിരുന്നു സംഷിയെ വിളിക്കാനായി വന്നത്. അങ്ങനെ സംഷിയെ കാണാതെ ഒരുപാട് ടൈം ഡുവാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ടും കാണാതെ ആയത് കാരണം ഡുവാൻ അവിടെയുള്ള സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, 11ാം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പോയിട്ടുണ്ട്, നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നെല്ലാം അവർ പറയുന്നത് കേട്ട് ഡുവാൻ ഒരുപാട് ടെൻഷനാകുന്നുണ്ട്. അങ്ങനെ സംഷിയുടെ ഫ്രണ്ട് കൂടി ഒരിടം വരെ പോകുമ്പോഴാണ് സംഷി പറയുന്നത്, നീ പോകുന്നത് സൈബർ കഫേയിലേക്കാണോ? ഇത് അതിൻ്റെ വഴിയാണല്ലോ, ഇവിടേക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടില്ലേ പോകരുത്, ഒരുപാട് ഡേഞ്ചറസ് ആണ്. അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ സംഷിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവിടേക്ക് പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരണമെങ്കിൽ നീ വന്നോക്കെ എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്ന സംഷിക്ക് അവളെ ഒറ്റയ്ക്കാക്കാൻ യാതൊരു താല്പര്യമില്ലാത്തത് കാരണം സംഷി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാമെന്നെല്ലാം. അതേസമയം ഡുവാനാണെങ്കിൽ എല്ലായിടത്തും സംഷിയെ പോയി തിരയുന്നുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി, കാലിനെല്ലാം സുഖമില്ലാതെ ഒരു സുന്ദരി കൊച്ച് ഇതിലൂടെ നടക്കുന്നത് കാണുന്നുണ്ടോ? അങ്ങനെയാണ് എല്ലാവരോടും പോയി ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നതിടെ ഒരു കഫേയിലുള്ള ആൾ പറയുന്നുണ്ട്, ആ കൊച്ച് ഇതിലേ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെല്ലാം. അങ്ങനെ സംഷിയെയും സംഷിയുടെ ഫ്രണ്ടിനെയും ഒരു ഗേൾസ് ടീം വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരോട് ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് സംഷി ഒരുപാട് കരയുന്നുമുണ്ട്. ഒരുപാട് ടെൻഷനായിരുന്നു സംഷിക്ക് അന്നേരം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ സംഷിയോട് പറയുന്നുണ്ട്, നിങ്ങൾ നാളെ വരുമ്പോൾ ക്യാഷ് എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണം, എല്ലാ എങ്കിൽ നിങ്ങളെ ഞങ്ങൾ കാണിച്ചിട്ട് തരാം. അങ്ങനെയെല്ലാം പറഞ്ഞ് സംഷിയുടെ കയ്യിലുള്ള ക്യാഷ് എല്ലാം തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം സംഷിയും സംഷിയുടെ ഫ്രണ്ടും പോകുമ്പോഴാണ് സംഷി ഫ്രണ്ടിനെ മിണ്ടാതിരിക്കുന്നത്. അവൾക്ക് ഒരുപാട് ദേഷ്യമായിരുന്നു അന്നേരം ഫ്രണ്ടിനോട് തോന്നിയിരുന്നത്. സംഷിയുടെ കാലിന് വയ്യ എന്ന് ഓർത്തു ഫ്രണ്ട് ഒറ്റക്കാവുമെന്ന് തോന്നലിലായിരുന്നു സംഷി അവളുടെ കൂടെ വന്നത്. അങ്ങനെ സംഷിക്ക് ഒറ്റക്കാക്കിയില്ലേ എന്നുള്ള സങ്കടമാണ് സംഷിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ സംഷി അവളെ കൂടാതെ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് അവിടെ നിന്ന് ഡുവാൻ വരുന്നത് കാണുന്നത്. ഡുവാൻ വരുന്നതും അവൾ ഒരുപാട് കരയുന്നുണ്ട്. അത് കണ്ട് ഡുവാൻ അവളെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, നിനക്ക് ഞാനൊക്കെ ഇല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അങ്ങനെയെല്ലാം ഡുവാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡുവാൻ നേരെ സംഷിയെ കൂട്ടി ഒരു ഷോപ്പിലേക്ക് വന്ന് അവൾക്ക് കുടിക്കാൻ ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് സംഷിയോട് കാരണങ്ങളെല്ലാം തിരക്കുന്നത്. അങ്ങനെ സംഷി കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഡുവാൻ പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ വീട്ടിലൊന്നും ഇത് പറയേണ്ട ആവശ്യവുമില്ല, നീ ക്യാഷും നാളെ കൊണ്ടുപോകണ്ട, പിന്നെ നിന്റെ ഫ്രണ്ടിനോട് ഇതെല്ലാം അവളുടെ വീട്ടിൽ പറയാൻ പറയും, അതാണ് നല്ലത് എന്നെല്ലാം ഡുവാൻ സംഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സംഷിക്ക് കാല് വയ്യാത്തത് കാരണം ആ കടയിൽ നിന്ന് ബൈസിക്കിൾ റെന്റിന് വാങ്ങിയിട്ട് ആണ് ഡുവാൻ സംഷിയെ കൊണ്ടുപോകുന്നത്. അതും കൊണ്ടുപോകുന്നത് നിറയെ ഫ്ലവേഴ്സ് എല്ലാമുള്ള മറ്റൊരു വഴിയിലൂടെ ആയിരുന്നു. അത് ഒരുപാട് ദൂരെയായിരുന്നു. എന്നാലും സംഷിക്ക് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡുവാൻ അതിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഡുവാൻ പറയുന്നുണ്ട്, നീ ക്യാഷ് വെച്ചോ എന്നെല്ലാം പറഞ്ഞ് സംഷിക്ക് കൊടുത്തതിന് ശേഷം സംഷിയോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, ആ കാര്യമെല്ലാം ആലോചിച്ച് എന്നെല്ലാം സംഷിയോട് ഡുവാൻ തുറന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡുവാൻ അവിടെ നിന്ന് പോകുമ്പോൾ സംഷി ചെറുപ്പത്തിൽ ഡുവാനെ ഒളിഞ്ഞു നോക്കിയ പോലെ ഇപ്പോഴും സംഷി ഡുവാനെ നോക്കുന്നുണ്ട്. എന്നിട്ട് റൂമിൽ വന്നതിന് ശേഷം ഡുവാൻ കൊടുത്ത ക്യാഷ് എല്ലാം എടുത്തു വെച്ചിട്ട് അവൾ വേറെ ഒരു പേപ്പറെല്ലാം എടുത്ത് അതിലൊരു കോഡ്സായി എഴുതുന്നുണ്ട്. ആദ്യമൊന്നും എനിക്കുള്ള ഇഷ്ടം തുറന്ന് സമ്മതിക്കാൻ എനിക്കൊരു മടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഡുവാനെ ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി സ്റ്റാറാക്കി വെച്ച് ഡുവാൻ ആദ്യം കൊടുത്ത മിൽക്ക് ബോട്ടിലിൽ ഇട്ട് വെക്കുന്നുണ്ട് സംഷി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സംഷി സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് നേരെ ഡുവാനും ഡുവാൻ്റെ ഫ്രണ്ട്സും പിന്നെ യങ്ങുമെല്ലാം വരുന്നത്.
അങ്ങനെ യങ് പറയുന്നുണ്ട്, എൻ്റെ അനുജത്തിയെ വിരട്ടി ക്യാഷ് വാങ്ങിയ അവരുടെ അടുത്ത് പോയി എനിക്ക് അവരോട് ഒന്ന് രണ്ട് വർത്താനമെല്ലാം പറഞ്ഞ് തിരിച്ച ക്യാഷുമെല്ലാം വാങ്ങിക്കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് സംശിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവരുടെ രൂപമെല്ലാം എങ്ങനെയാണ് എന്ന് സംശിയോട് ചോദിക്കുമ്പോഴാണ് സംശി അത് 3 പെൺപിള്ളാരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. അത് കേട്ട് ഡുവാനൊരു ചമ്മലുണ്ടെങ്കിലും പിന്നെ അവരെല്ലാം വിചാരിക്കുന്നുണ്ട്, എന്തായാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഒന്ന് പോയി ചോദിച്ചിട്ടെൻ്റെ കാര്യമെന്നെല്ലാം പറഞ്ഞ് സംശിയുടെ അടുത്ത് ഡുവാൻ്റെ ഒരു ഫ്രണ്ടിനെ നിർത്തി അവർ 3 പേരും കൂടി പോകുന്നുണ്ട്. എന്നിട്ട് ആ പെൺപിള്ളാരുടെ അടുത്ത് ചെന്ന് ഒരുപാട് ഭയക്കും പറയുന്നുണ്ട്. എൻ്റെ അനുജത്തിയെ പറ്റിച്ച് ക്യാഷ് എല്ലാം വാങ്ങി ആ ക്യാഷ് എല്ലാം തിരിച്ചു തരണം എന്നെല്ലാം പറഞ്ഞ് അതെല്ലാം വാങ്ങിയതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ നിങ്ങളുടെ സ്കൂളിൽ പോയി പറഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് നിങ്ങൾക്കറിയുമോ എന്നെല്ലാം പറഞ്ഞ് അവരെ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സംശി സ്കൂളിലെത്തിയപ്പോൾ സംശിയുടെ ഫ്രണ്ടിനെ ആ കാരണത്തിന് അവിടെ സ്കൂളിൽ നിന്ന് പാരൻസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുമ്പോൾ സംശി മിണ്ടാത്തത് കാരണം സംശിക്കൊരു ലെറ്ററെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുമ്പോൾ സംശിയെ ജനാലയുടെ ഉള്ളിലൂടെ നോക്കി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവൾ പോയതിന് ശേഷമായിരുന്നു സംശി ആ ലെറ്റർ എടുത്ത് വായിക്കുന്നത്. അതിനകത്ത് അവൾ ചെയ്തതിനെല്ലാം സോറി എന്നുള്ള ഒറ്റൊരു വാക്ക് മാത്രമുണ്ടായിരുന്നുള്ളൂ. അത് കണ്ട് സംശിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ സംശിയുടെ മുമ്പിലേക്ക് അച്ഛനും അമ്മയും വന്ന് അവളുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് സംശിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എല്ലാത്തിനും നല്ല മാർക്കായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ദേഷ്യവും. കാരണം ഫിസിക്സിൽ സംശി ജസ്റ്റ് പാസ്സായിരുന്നു. അത് കാരണം അച്ഛനും അമ്മയും അവൾക്കൊരു ട്യൂറ്ററെ വെക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ വെച്ചിരുന്ന ട്യൂറ്റർ വേറെ ആരുമല്ലായിരുന്നു, സംശിയുടെ ചേട്ടനായിരുന്നു. അങ്ങനെ അവർ 2 പേരും കൂടി നല്ല വഴക്കുമായിരുന്നു. ഒട്ടും പഠിക്കാതെ ഇരുന്ന് വഴക്കു മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അതെല്ലാം അടുത്ത് സംശിയും ചേട്ടനും കൂടി വന്ന് ഈ ട്യൂട്ടറെ മാറ്റിത്തരണം എന്നുള്ള കാര്യമായിരുന്നു അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നത്. അത് പുറമെ സംശി പറഞ്ഞിരുന്നു, എൻ്റെ റൂമിലേക്ക് ഞാൻ വരുന്ന ട്യൂട്ടറെ കയറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നത്, അത് സാരമില്ല, നീ ഒരു പെൺകുട്ടിയല്ലേ, നിന്റെ ചേട്ടൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കും എന്നെല്ലാം അച്ഛനും അമ്മയും കൂടി പറയുന്നുണ്ടായിരുന്നു. അത് കാരണം ചേട്ടൻ വളരെയധികം സങ്കടത്തിലായിരുന്നെങ്കിലും സംശി വളരെയധികം സന്തോഷത്തിലുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്ന് ചിത്രം വരയ്ക്കുന്ന സംശിയുടെ അടുത്തേക്ക് അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് സങ്കട വാർത്തയാണെങ്കിലും നിനക്കുള്ള ട്യൂറ്ററെ കിട്ടിയിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് അദ്ദേഹം വരും. നീ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നിന്റെ ചേട്ടൻ്റെ റൂമിൽ പോയിരിക്കണം എന്നെല്ലാം അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സംശിക്ക്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു IT കമ്പനിയിൽ ഡുവാൻ ചെയ്ത വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഡുവാനെ വിളിച്ച് അവർ പറയുന്നുണ്ട്, നീ എൻ്റെ കമ്പനിയിലേക്ക് പോരെ, ഞാൻ നിനക്ക് നല്ല ജോലിയെല്ലാം തരാം, നീ IT-യിൽ നല്ല പ്രൊഫഷണൽ ആയി ഇരിക്കാം എന്നെല്ലാം പറഞ്ഞ് ഡുവാന് എവിടെയാണ് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ 4th എപ്പിസോഡിലുള്ളത്.